ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴേക്കും ഉദ്ധവ് താക്കറെ വഴിയാധാരമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഉദ്ധവ് താക്കറേക്ക് ഇപ്പോൾ പഴയതുപോലെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമില്ല. NCPയുമായി നേരത്തെ തന്നെ സീറ്റ് ചർച്ചകൾക്ക് എത്തിയിരുന്നെങ്കിലും NCP അവരുമായി ചർച്ച നടത്താൻ തയ്യാറായില്ല. ഇപ്പോഴിതാ കോൺഗ്രസുമായി നടത്തിയ സീറ്റ് വിഭജന ചർച്ച തമ്മിൽ തല്ലിൽ കലാശിച്ചിരിക്കുന്നു, അടിച്ചു പിരിഞ്ഞിരിക്കുന്നു. ശിവസേന ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആകെ 48 സീറ്റാണ് മഹാരാഷ്ട്ര ലോക്സഭയിലേക്ക് ഉള്ളത്. ഇതിൽ 23 സീറ്റ് വേണമെന്നാണ് ശിവസേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മുംബൈ മെട്രോപൊളിറ്റൻ മേഖലയിലെ സീറ്റുകളും വേണം എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 30 സീറ്റോളം ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് വേണമെന്നാണ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നത്. കോൺഗ്രസ് ആകട്ടെ എങ്ങനെ ശിവസേന ഒഴിവാക്കാമെന്നാണ് ആലോചിക്കുന്നത്. കാരണം ശിവസേന മുമ്പ് മത്സരിക്കുമ്പോൾ BJP ശിവസേന 2 പാർട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ കൂടുതൽ സീറ്റുകൾ ശിവസേന മത്സരിച്ചിരുന്നു. എന്നാൽ അവിടെ തൊട്ടടുത്ത് രണ്ടാമതെത്തിയതെല്ലാം കോൺഗ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ട് ശിവസേന ഇല്ല എങ്കിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഏതായാലും ശിവസേന പഴയ ആ ഒരു ശീലം വെച്ച് 2019 ശീലം വെച്ചാണ് സീറ്റ് വിഭജന ചർച്ചയിൽ പങ്കെടുത്തത്. അവർ പറഞ്ഞത് 2019 തങ്ങൾ മത്സരിച്ച സീറ്റ് തരണമെന്നാണ്. അന്ന് BJPയും ശിവസേന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. കോൺഗ്രസ്, NCP, ശിവസേനയാണ്. ഉദ്ധവ് താക്കറയ്ക്ക് ഇപ്പോൾ പഴയതുപോലെ ശക്തിയില്ല. ശിവസേന 2ആയി പിളർന്നുപോയി. ഒന്ന് ഷിൻഡെ വിഭാഗവും ഒന്ന് ഉദ്ധവ് വിഭാഗവും. ഉദ്ധവ് വിഭാഗത്തിന് വേണ്ട ശക്തിയില്ല എന്ന് NCPക്കും കോൺഗ്രസും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവർ അത്തരം സീറ്റ് നൽകാൻ തയ്യാറാകുന്നില്ല. ഏതായാലും ഉദ്ധവ് വിഭാഗം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.